Hi guys, welcome to Verana Race, Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് SC റെയിൽവേ റേസ് അതേപോലെ തന്നെ CHSL പോകുന്ന ടാർജറ്റ് CHSL 2024 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ആണ് നമ്മൾ പോകുന്നത്. സോ ഈ CHSL നമുക്കറിയാം, CHSL ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് CHSL ഇതാക്കിയിരിക്കുന്നത്. സോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻറ്റൻസ് റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ആണ് പോകുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ പോകുന്നത്. സോ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ് ടൈം വീതം ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ് ടൈം ഒരു ടൈമർ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ 8 ഫ്രണ്ട്സ് PQ RS TU ആൻഡ് W എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അവർ ലൈനിൽ നിൽക്കുകയാണ്. ബാക്കി കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സോ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കും. സോ ഈ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ടി ഒരു കോർണറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Q is between W and R, V is between S and U, then W is immediate right of T. ഇനി നമ്മൾ എന്താണ് നമ്മുടെ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. സോ നോക്കി, ടി ഒരു കോർണറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കോർണറാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതാണ് ഈ ഒരു ഇത് നോക്കുമ്പോൾ W ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ. അപ്പോൾ ഏത് കോർണറിലായിരിക്കും ടി എന്ന് പറയുന്നത്? ലെഫ്റ്റ് കോർണറിലായിരിക്കും അല്ലേ? സോ ലെഫ്റ്റ് കോർണറിലാണ് എന്ത് ടി വരുന്നത് ലെഫ്റ്റ് കോർണറിൽ. അത് കഴിഞ്ഞിട്ട് എന്താണ് കോർണറിലാണ് ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരുണ്ട്? W ഉണ്ട്. സോ ഇമ്മീഡിയറ്റ് റൈറ്റിൽ W ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്? W വെച്ചിട്ട് Q ഈസ് ബിറ്റ്വീൻ W ആൻഡ് R. Wനും Rനും ഇടയ്ക്കാണ് Q. സോ അപ്പോൾ Q ഇവിടെ വരും, ദെൻ R ഈ ഒരു പൊസിഷനിൽ വരും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആറുമായിട്ട് ആറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, ദറ്റ് ഈസ് R ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് P. പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണെന്ത് R ഇരിക്കുന്നത്. പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണെന്ത് R ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? പിയും യുവും തമ്മിൽ രണ്ടിതുണ്ട്. നോക്കിയേ, 1 2 3 4 5. ഇനി എത്ര പേരും കൂടെ ഉണ്ട്? 3 പേരും കൂടെ ഉണ്ട്. അവിടെ എന്തായിരിക്കും? യു. പിനും യുവിനും ഇടയ്ക്ക് 2 പേരും ഉണ്ട്. ഇവിടെ നോക്കി, അപ്പോൾ എല്ലാവരും അതിലെ TW Q R P പിന്നെ 2 പേര്, ദെൻ യു. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? V ഈസ് ബിറ്റ്വീൻ S ആൻഡ് U. എസ്സിനും യുക്കും ഇടയ്ക്കാണെന്ത് V എന്ന് പറയുന്നത്. സോ അവിടെ എവിടെ വരും എസ്? ഈ ഒരു പൊസിഷനിൽ എസ് വരും. ആൻഡ് ഇവിടെ എന്ത് വരും? V എന്ന് വരും. എസിൻ്റെയും യുടെ ഇടയ്ക്കാണ് V. സോ ഈ രീതിയിലായിരിക്കും എന്ത് ഇവരുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ നെക്സ്റ്റ് മറ്റേ കോർണറിൽ ആരാണ് ഇരിക്കുന്നത്? ഇവിടെ യു ആണ് ഇരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്താണ്? യു എന്ന് വരുന്നു. 30 സെക്കൻഡിനുള്ളിൽ ചെയ്യുന്ന ആ ഒരു രീതിയാണ്. സോ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് U ആൻഡ് V എന്ന് പറയുന്നത് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. എല്ലാവരും ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈസ്റ്റ് ഇങ്ങോട്ടാണ്, ഇവിടുത്തെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇങ്ങോട്ടുമാണ്. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഇവിടെ എന്താണ്? ഈ ഒരു ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. PQ RS TU V അത്രയും പേര്. എത്രയുണ്ട്? 7 പേരുണ്ട്. 7 പേരിൽ ഒരു ബെഞ്ച് ഈസ്റ്റിലോട്ട് ഇതാക്കിയാണ് ഇരിക്കുന്നത്. സോ ഈസ്റ്റിലോട്ട്. ഇനി പറഞ്ഞേക്കുന്നത് R is immediate right of S,
Q is the end. Q എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് T നെയ്ബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. V is between T and U. S is third from the south എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നാക്കാം. ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് പോയി. ഓക്കെ, ആദ്യത്തെ ഇത് നോക്കി. സോ നോക്കുമ്പോൾ എസ് ഈസ് തേർഡ് ഫ്രം ദ സൗത്ത്. സൗത്ത് എൻഡിൽ നിന്ന് മൂന്നാമതാണ് എസ് ഇരിക്കുന്നത്. സോ സൗത്ത് എൻഡ് ഞാൻ ഇതെടുക്കുവാണെങ്കിൽ സൗത്ത് എൻഡിൽ നിന്ന് മൂന്നാമതിരിക്കുന്ന ആരാണ്? എസ് ആണ്. ഓക്കെ, സൗത്ത് എൻഡ് താഴെയാണ്, സൗത്ത് എൻഡിൽ നിന്ന് മൂന്നാമതിരിക്കുന്നത് എസ് ആണ്. അത് കഴിഞ്ഞ് എസിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് എസ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് എന്തിരിക്കുന്നത്? എസ് ഇരിക്കുന്നത്. സോ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? താഴോട്ടാണ് റൈറ്റ്. സോ റൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എസ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അപ്പോൾ ആർ എവിടെ വരും? ഈ ഒരു പൊസിഷനിൽ വരും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? Q ഈസ് അറ്റ് ദ എൻഡ്, T ഈസ് ദ നെയ്ബർ, V ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. അപ്പോൾ ഇവിടെ നോക്കിയേ 1 2 3 4, ഇനിയൊരു ഇത്രയുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് നോക്കാം. ഇനി ഏതാ പ്ലേസ് ചെയ്യേണ്ടത്? നോക്കി, V ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. ടീൻ്റെയും യുവിൻ്റെയും ഇടയ്ക്കായിരിക്കും V എന്ന് പറയുന്നത്. അത് പ്ലേസ് ചെയ്യാൻ ഏതൊരു സ്ഥലമേ ഉള്ളൂ? ഇത് മാത്രമല്ലേ ഉള്ളൂ, ടീനും യുവിനും ഇടയ്ക്കാണ് V എന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ്? Q ആണ് എൻഡിലെന്നും പറഞ്ഞിട്ടുണ്ട്. Q എൻഡിലാണെങ്കിൽ Q അപ്പോൾ ഏത് എൻഡിലായിരിക്കും വരുന്നത്? ഈ ഒരു എൻഡിലായിരിക്കും വരുന്നത് അല്ലേ? അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? V ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. ടീനും യുവിനും ഇടയ്ക്കാണ് എന്ത്? V എന്ന് പറഞ്ഞു വന്നേക്കുന്നത് അല്ലേ? സോ സോറി, ഇവിടെ ആറ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നു. ആറ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എസിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് എന്ത്? ആറ് വരുന്നത്. സോ ആറ് എവിടെ ആയിരിക്കും വരുന്നത്? ഈ ഒരു പൊസിഷനിലായിരിക്കും. നമുക്കൊരു തെറ്റ് പറ്റി. ആർ ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് തിരിച്ചാണ് എടുത്തത്. ഓക്കെ, ആറെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ Q വന്നു. Q വന്നാൽ ഇവിടെ T വരും. കാരണം Tക്കും എന്താണ്? യുവിനും എന്ത്? V വരേണ്ടത്. സോ Tയും U ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും? V എന്ന് പറഞ്ഞ പൊസിഷൻ. അപ്പോൾ എന്തായി? Q T U S R. അടുത്ത എന്തായിരിക്കും? ദിസ് P ആയിരിക്കും അല്ലേ? സോ ഇങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? Which of the following pairs of the peoples are sitting at the extreme end? എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന ആരൊക്കെയാണ്? QT ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? RP ഉണ്ട് അല്ലേ? ഓക്കെ, P ആൻഡ് ഏതൊക്കെയാണ് എൻഡിലുള്ളതെന്നാണ്? P ഉണ്ട്, Q ഉണ്ട്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? PQ. എക്സ്ട്രീം എൻഡിലിരിക്കുന്ന രണ്ട് പേര് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ്? ഒരാൾ Qവും ഒരാൾ എന്താണ്? PU ആയിരിക്കും. കറക്റ്റ് ആൻസർ എത്രയാണ്? P ആൻഡ് Q. ആ ഒരു രീതിയിൽ Pയും Qവും ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി, ഒരു 21 റോയുള്ള ഇതിൽ ഇത് എന്താണ്? ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്, പക്ഷേ ഇതിൽ റാങ്കിങ് ആണ് വരുന്നത്. റാങ്കിങ് ആൻഡ് ഓർഡർ ആൻഡ് റാങ്കിൽ വരുന്നതാണ്. സോ ഇതൊന്ന് ചെയ്ത് നോക്കി, ഒരു 30 സെക്കൻഡ് ടൈം തരാം. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? ഇൻ എ റോ ഓഫ് 21 men ഉള്ളൊരു റോയിൽ മനീഷ് വാസ് ഷിഫ്റ്റഡ് ബൈ 4 പ്ലേസ് ടുവേർഡ്സ് ദ റൈറ്റ്. റൈറ്റിലോട്ട് 4 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. നൗ ഹി ബിക്കംസ് 12th ഫ്രം ദ ലെഫ്റ്റ് എൻഡിൽ നിന്നും 12th ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ ഏർലിയർ പൊസിഷൻ ഫ്രം ദ റൈറ്റ് എൻഡിൽ നിന്നും ഏർലിയർ പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ നോക്കി, ഇപ്പോൾ അയാൾ 12ാമതാണ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് അല്ലേ? 12ാമതാണ് ലെഫ്റ്റ് എൻഡിൽ നിന്ന്. എങ്ങനെ? 4 പൊസിഷൻ 4 പ്ലേസസ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് കാരണം. 4 പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കാരണം. സോ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷൻ അപ്പോൾ ഏതായിരിക്കും? 12 - 4 എടുത്താൽ പോരെ ഏർലിയർ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. സോ ഏർലിയർ പൊസിഷൻ 12 - 4 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് വന്നല്ലേ? 8ാമത്തെ പൊസിഷനിലായിരിക്കും നേരത്തെ ആൾ ഇരുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് വാസ് ഹിസ് ഏർലിയർ പൊസിഷൻ ഫ്രം ദ റൈറ്റ് എൻഡിൽ നിന്നും ഏത് പൊസിഷനിലാണ്? ഒരാളുടെ തന്നെ ഒരു പൊസിഷൻ ഉണ്ട്, ടോട്ടൽ നമ്പറും ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഈസ് 21
-8 + 1 അല്ലേ? എന്ന് വെച്ചാൽ 21 പേരാണുള്ളത്. നേരത്തെ അയാളുടെ പൊസിഷൻ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നുള്ള പൊസിഷൻ എടുക്കുക, അത് മൈനസ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുക. സോ 21 - 8 + 1 എത്ര വരുന്നത്? സോ 14 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? 14 ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞേക്കുന്നത് 21 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ എന്താണ് റൈറ്റിലോട്ട് 4 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അയാൾ 12th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ആയി. അപ്പം നേരത്തെയുള്ള പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 12 - 4 ചെയ്യുക. അപ്പോൾ എനിക്ക് 8 എന്ന് കിട്ടും അല്ലേ? 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏർലിയർ പൊസിഷൻ 8 ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് ആളുകളും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആളിൽ നിന്ന് 8 കുറച്ചിട്ട് 1 ആഡ് ചെയ്താൽ മതി. = 14. ഓക്കെ, കറക്റ്റ് ആൻസർ 14 ആയിട്ടാണ് വരുന്നത്. സോ ഇനി വരുന്ന വെരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, then ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, then ഒരു മോക്ക് ഇൻ്റർവ്യൂസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിലേക്ക് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 7 പീപ്പിൾസ് ആണ്. ഹൈറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്തേക്കുവാണ്. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? സി ഈസ് ഷോർട്ടർ ദാൻ ജി ഒള്ളി. 7 പേര് വരുന്ന ഒരു ഇതിലാണ്. ഈച്ച് ഓഫ് ദം ഹാസ് ഡിഫറെൻറ്റ് ഹൈറ്റ്. സി ഈസ് ഷോർട്ടർ ദാൻ ജി ഒള്ളി എന്നുണ്ടേ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജിക്കാൾ മാത്രമേ സി കുറവുള്ളൂ. ദ നമ്പർ ഓഫ് പേഴ്സൺ ടോളർ ദാൻ ബി. ബിയേക്കാൾ ടോളർ ആയിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡിയേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സണ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? നെയ്തർ എ ഓർ ഇ ഈസ് ദ ഷോർട്ടസ്റ്റ്. അപ്പം എയോ ഇയോ ആകത്തില്ല എന്ത്? ഷോർട്ടസ്റ്റ് ആകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടും. സിയുടെയും ജിയുടെയും വെച്ച് ആദ്യമേ ജി ആയിരിക്കും ഏറ്റവും വലുത് അല്ലേ? കാരണം സി എന്ന് പറയുന്നത് ഒൺലി ഷോർട്ടർ ദാൻ ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായി. ഇനി എത്ര പൊസിഷൻ ഉണ്ട്? 5 പൊസിഷൻ ഉണ്ട്. സോ ജി സി ഇത്രയും പൊസിഷൻ ഉണ്ടല്ലേ? സോ ഇവിടെ ആരൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നുണ്ട്. എ അല്ലെങ്കിൽ ഇ എവിടെ വരത്തില്ല? ഈ ഷോർട്ടസ്റ്റിൽ എ ഓർ ഇ വരത്തില്ല. സോ അവിടെ എ ഓർ ഇ വരത്തില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെയാണുള്ളത്? ഒന്നെങ്കിൽ ഏതാണ്? ബി അല്ലെങ്കിൽ ഡി. ഇവിടെ നോക്കി, ഇവിടെ ബിയോ ഡിയോ വരുമോ? ഇല്ല. കാരണം എന്താണ്? ബിക്കും ഡിക്കും എത്ര പേരാണോ ബിയിനേക്കാൾ കൂടുതലായിട്ടുള്ളത്, നമ്പർ ഓഫ് പേഴ്സൺ ഗ്രേറ്റർ ദാൻ ബി, ഹൈറ്റിനേക്കാൾ കൂടുതലുള്ളവർ ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺ ലെസ് ദാൻ ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബിയും ഡിയും വരാൻ ചാൻസ് ഉള്ള ഏക ഇത് ഏതൊക്കെയാണ്? ദാ ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി ഇവിടെ വരാം. കാരണം ഇവിടെ എന്താ? 2 പേര് അതിനെക്കാട്ടി കൂടുതലുണ്ട്. അല്ലെങ്കിൽ എന്ത് വരാം? ബി അല്ലെങ്കിൽ ഡി ഇവിടെ വരാം. കാരണം 2 പേഴ്സൺസ് ബിയേക്കാൾ. സോ ആ രീതിയിലല്ലേ വരത്തുള്ളൂ. ഓക്കെ, ഒന്നുകിൽ ബി ഓർ ഡി ഇവിടെ വരാം, അല്ലെങ്കിൽ അവിടെ വരാം. സോ അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നോക്കി, ബി ഓർ ഡി ഇവിടെ വരുവാണെങ്കിൽ ബിയേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളത് 2 പേര് ആ ഒരു രീതിയിൽ വന്നാൽ ഇവിടെ 2 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ബി ഓർ ഡിയെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് വരുന്നത്? ഇനി അടുത്ത പറഞ്ഞ എ ഓർ ഇ ഇവിടെ വരത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എ ഓർ ഇ എവിടെ ആയിരിക്കും വരുന്നത്? ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. എ ഓർ ഇ ഇവിടെ വരും. കാരണം ഇതെല്ലാം പോസിബിലിറ്റിയാണ്, നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒന്നെങ്കിൽ എ ഓർ ഇ ഇവിടെ വരും, എ ഓർ ഇ ഇവിടെ വരും. അപ്പോൾ ഏതേ ഇവിടെ ലാസ്റ്റിൽ പൊസിഷൻ കൊടുക്കാനുള്ള, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളൂ? എഫ് മാത്രമേ ഉള്ളൂ അല്ലേ? എഫ് മാത്രമേ ഉള്ളൂ. അപ്പം കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജി സി ഡാഷ്
ഓക്കെ, സോ ഇവിടെ വരുന്ന ആരായിരിക്കും? എഫ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഒന്നെങ്കിൽ എ ഓർ ഇ വരാം, ഇവിടെ എ ഓർ ഇ വരാം, അല്ലെങ്കിൽ ഇവിടെ ബി ഓർ ഡി വരാം, ഇവിടെ ഒന്നെങ്കിൽ ബി ഓർ ഡി. സോ ഈ രീതിയിലായിരിക്കും പൊസിഷൻ വരുന്നത്. സോ ലാസ്റ്റ് പൊസിഷനിൽ ആര് മാത്രമേ വരത്തുള്ളൂ? ഇറ്റ്സ് എഫ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആരായിരിക്കും? എഫ് ആയിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ജി ഒന്നും കൂടെ അതിൻ്റെ ഒന്ന് എഴുതാം. ജി, സി, ബി ഓർ ഡി, എ ഓർ ഇ, ബി ഓർ ഡി, എ ഓർ ഇ, എഫ്. ഓക്കെ, 7 പേര് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ട് അവിടെ വരുന്ന കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എഫ് ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജി ടി സി എൽ, കെ ഡബ്ല്യു ഇ എം, ഒ ഇസഡ് ജി എൻ ആൻഡ് എസ് സി ഐ ഒ എന്നാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ അടുത്ത വരുന്ന സീരീസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, സോ നോക്കാം. ജി ടി സി എൽ അല്ലേ, ജി ടി സി എൽ, കെ ഡബ്ല്യു ഇ എം, ഒ ഇസഡ് ജി എൻ ആൻഡ് എസ് സി ഐ ഒ എന്നാണ് വന്നേക്കുന്നത്. സോ ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതാം. 7, 20, 3, 12. ഇവിടെ ആകുമ്പോൾ 11, 23, 5, ദെൻ ഇവിടെ 13, ഇവിടെ ആകുമ്പോൾ 15, 26, ദെൻ 7, 14, ഇവിടെ ആകുമ്പോൾ 19, 3, 9, ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് നോക്കുമ്പോഴേ അറിയാം എന്താണ്. ആദ്യമേ +4, +3, +2 ആൻഡ് +1 ഈ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. +4, +3, +2 ആൻഡ് +1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ 4 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 23, വിച്ച് ഈസ് ഡബ്ല്യു. ഡബ്ല്യു വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലാസ്റ്റും കൂടെ നോക്കാം. ഇവിടെ +1 ആണല്ലേ. +1 വരുമ്പോൾ 16, വിച്ച് ഈസ് പി. അപ്പോൾ ഡബ്ല്യുവും പിയും വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? ഓപ്ഷൻ 4. എല്ലാം ചെയ്ത് നോക്കണ്ട. ആദ്യത്തെ അവസാനത്തെ മാത്രം ചെയ്ത് നോക്കിയാൽ അത് എല്ലാം ഇരുന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനർജി ഈസ്റ്റ് ജൂൾ ആണെങ്കിൽ അവിടെ ഈ വരുന്നതിൽ ഏതാണ് ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. സോ 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, നോക്കി. എനർജി ഈസ്റ്റ് ജൂൾ ആണെങ്കിൽ അവിടെ വരുന്ന ഏതായിരിക്കും കറക്റ്റ്? കറണ്ട് ഈസ് ടു ആംബിയർ ആയിരിക്കും. എനർജി ഈസ്റ്റ് ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ. അങ്ങനെ വരുവാണെങ്കിൽ കറണ്ട് ജൂൾ എന്താണ്? ആംബിയർ മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ 4 ആണ്. കറണ്ട് ഈസ് ടു ആംബിയർ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7, 13, 21, 2, 8, 16, 9, 16, 25, 7, 22, 30 ആൻഡ് 12, 18, 25. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതെന്നാണ്. 7, 13, 21 കറക്റ്റായി ഫോളോ ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
ഓക്കെ. സോ 7, 13, 21 അല്ലേ? 7, 13, 21 ആണെങ്കിൽ നമുക്കൊന്ന് നോക്കി അടുത്തടുത്ത് വരുന്ന സംഖ്യകളാണ്. അപ്പോൾ 7ൻ്റെ കൂടെ 6 കൂട്ടുന്നതാണ് എന്ത്? 13 എന്ന് പറയുന്നത്. 13ൻ്റെ കൂടെയോ? 13ൻ്റെ കൂടെ 8 കൂട്ടുന്നതാണ് 21. അടുത്തടുത്ത് വരുന്ന സംഖ്യകളല്ലേ? സോ ആ രീതിയിലാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും വരുന്നത്? 2, 8, 16. നോക്കി, 2ൻ്റെ കൂടെ 6 കൂട്ടുന്ന എത്രയാണ്? 8 വരും. അതേപോലെ 8 + 8 എത്രയാണ്? 16. സോ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഒരു 6 കൂട്ടുക, ഒരു +6, ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു +8. സോ അത് കറക്റ്റ് ആകുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 ആണ്. ഓക്കെ. ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഒരു 6 കൂട്ടുക, അപ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ ഒരു 8 കൂട്ടുക, അപ്പോൾ എന്താണ്? തേർഡ് നമ്പർ കിട്ടും. ഇങ്ങനെ പോയേക്കുന്ന ഒരു സീരീസാണ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച് ചെയ്യാനാണ്, ഡിക്ഷണറിയുടെ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കേ, സ്ട്രാറ്റജി, സ്ട്രെങ്ത്, സ്ട്രേഞ്ചർ, സ്ട്രെച്ച്, സ്ട്രഗിൾ ആൻഡ് സ്ട്രേഞ്ച്. സോ കറക്റ്റായിട്ട് വരുന്ന ഏതായിരിക്കും? 6, 6 ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. സോ ബാക്കി ഓപ്ഷൻ കട്ട് ചെയ്യുക. 6 കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരിക്കും അടുത്ത വരുന്നത്? 3 ആയിരിക്കും വരുന്നത് അല്ലേ? സോ 6, 3 വരുന്ന ഓപ്ഷൻ. അടുത്തത് 1, ദെൻ 2, ദെൻ അടുത്ത ഏതാ വരുന്നത്? 1 വന്നു, അത് കഴിഞ്ഞ് എന്താ വരുന്നത്? 2 ആയിരിക്കും വരുന്നത് അല്ലേ? സോ 6, 3, 1, 2, 5 എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആയിരിക്കും എന്ത്? കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 ആണ്. നമ്മളപ്പോൾ എലിമിനേറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായാലും ചെയ്താൽ മതി. സോ കറക്റ്റ് ആൻസർ എത്രയാണ് വരുന്നത്? 6, 3, 1, 2, 5 എന്ന് പറഞ്ഞ 1, 2, 4, 5 എന്ന് പറഞ്ഞതാണ് വരുന്നത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ. സോ BETUXM അല്ലേ? BETUXM, BETUXM. ഞാൻ എൻ്റെ പൊസിഷണൽ വാല്യൂ എഴുതുവാണെങ്കിൽ ഇത് 21, 24, 13. ഇവിടെ നോക്കുവാണെങ്കിലോ ഇത് 2, 5, ദെൻ ഇത് എത്ര? 20. ഇവിടെ നോക്കുവാണെങ്കിൽ എന്താ? -7 ചെയ്തേക്കുന്നല്ലേ? -7 ആണ് എല്ലായിടത്തും ചെയ്തേക്കുന്നത്. 7 കുറച്ചേക്കുവാണ്. അടുത്തെന്ന് നോക്കിയാലും 16 LRI, 12, 18, 9, 8, 15, ദെൻ ഇത് എത്രയാണ്? 24 HOX. നോക്കി ഇവിടെ എന്താണ്? BET എന്ന് പറഞ്ഞാൽ 2, 5, 20 ആൻഡ് UXM എന്ന് പറഞ്ഞാൽ എന്താണ്? 21, 24, 13. എത്ര കുറഞ്ഞേക്കുന്നത്? 7 കുറഞ്ഞേക്കുന്നല്ലേ? -7 കുറഞ്ഞു പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ SYP ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. SYP 19, ദെൻ 25, 16 വന്നേക്കുന്നത് LRIയിലോട്ടല്ലേ? 12, 16, ദെൻ 9. നോക്കി 7 കുറഞ്ഞേക്കുമല്ലേ ഇവിടുന്ന് എല്ലായിടത്തുനിന്നും? -7 കുറഞ്ഞേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ HOX അല്ലേ? HOX 8, ദെൻ ഇത് എത്രയാണ്? 15, 24. 7 കുറച്ചാൽ എല്ലാത്തിൽ നിന്നും 7 കുറച്ചാൽ എത്ര വരുന്നത്? ഇവിടെ 1, ദെൻ ഇവിടെ എത്രയാണ്? 8 ആൻഡ് ദിസ് ഇസ്
ഓക്കെ, അപ്പം 70 1870 എന്നാണ് വരുന്നത്. ഓക്കെ, 1870. ആ 1870 എന്ന് പറഞ്ഞാൽ AHQ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? AHQ എന്നാണ് വരുന്നത്. പൊസിഷണൽ വാല്യൂസ് നോക്കിയാൽ മതി. കറക്റ്റ് ആൻസർ വരുന്നത് AHQ എന്നാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റോസ് എന്ന് പറഞ്ഞാൽ IVQX എന്നും സ്യൂട്ട് എന്ന് പറഞ്ഞാൽ XLWT എന്നും, എന്നാൽ ടൈം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും പോയേക്കുന്നതെന്നാണ്. 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. സോ ഇവിടെ ചെയ്തപ്പോൾ നോക്കി 18, ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? +1 19, ഇവിടെയോ +2, ഇവിടെ +3, ഇവിടെ +4 ആണ് ചെയ്തേക്കുന്നത്. സോറി. ഒന്നും കൂടെ നോക്കാം. ROSE എന്നാണ് പോയേക്കുന്നത്. 18 15 19 5 പോയേക്കുന്നത് IVQS എന്നാണ് പോയേക്കുന്നത് അല്ലേ? IVQS. ഇത് 19, ഇത് 17, ഇത് 22 ആൻഡ് ദിസ് ഈസ് എന്താണ് 9. ഓക്കെ, സോ ഈ രീതിയിൽ പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ +4 +1 +2 +3 ആൻഡ് +4, ഇവിടെ 9 ആണ് വരുന്നത്. സോ എങ്ങനെയാണ്? +1 +2 +3 +4 എന്ന് പറഞ്ഞ് പോയേക്കുന്ന ഒരു സീരീസാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് TIME ഇങ്ങനെ ആയിരിക്കും പോയേക്കുന്നതെന്ന്. സോ ഇവിടെ നോക്കിയേ, +1 ആഡ് ചെയ്യുക. ഇവിടെ എന്താണ്? 20 9 13 5 എന്നാണ് അല്ലേ? 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 21 വിച്ച് ഈസ് U എന്ന് വരും. ഇവിടെ ആണെങ്കിലോ +2 വരുമ്പോൾ ഇത് 9 ആണ്. 9 2 കൂട്ടുമ്പോൾ 11. 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? K. അടുത്ത ഇവിടെ +3 അല്ലേ? 13 16 ആണ് വരുന്നത്. 16 എന്ന് പറയുന്നത് ഏതാണ്? P. ഇവിടെ 5 ആണ് വിച്ച് ഈസ് +4. +4 വരുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? വിച്ച് ഈസ് 9 വിച്ച് ഈസ് 9 എന്ന് പറഞ്ഞാൽ എത്ര? I. സോ IPKU എന്ന് പറയുന്ന സീരീസ് ആയിരിക്കും വരുന്ന. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 1 IPKU ആണ് ഇതിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 10 ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. സോ ഈ സീരീസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.